പ്രിയപ്പെട്ട മക്കളെ, ടീച്ചർ നിങ്ങളെല്ലാവരും കുറെ പേര് പ്രശ്നം കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ടീച്ചർ വായിച്ചിരുന്നു. സന്തോഷമായി. കാരണം നിങ്ങളെല്ലാവരും ടീച്ചറുടെ ക്ലാസ് കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് കണ്ടുവരും ടീച്ചർക്ക് സന്തോഷമായി. പ്രത്യേകിച്ച് നമ്മുടെ കഴിഞ്ഞ പാഠത്തിൽ സെക്കൻഡ് ചാപ്റ്റേഴ്സിന്റെ ലെറ്റസ് കുറെ പേര് കണ്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ്. ഇനി ടീച്ചറുടെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടവര് ടീച്ചർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, ജസ്റ്റ് ടീച്ചറുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവർക്കും അതിന്റെ ആൻസേഴ്സ് ഒക്കെ ആവശ്യമാണല്ലോ. ഇത് സാധിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. കാരണം ടീച്ചർ ഇതിന്റെ തുടർച്ചയായിട്ട് എല്ലാ ക്ലാസ്സുകളും വന്നുകൊണ്ടിരിക്കും. ഇതൊപ്പം തന്നെ യൂസേഴ്സിനുള്ള ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് ആസിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരുന്നു. അതായത് ആസിഡിന്റെ സ്വഭാവങ്ങൾ പഠിച്ചു അല്ലെ. ആസിഡിന്റെ ടേസ്റ്റ് എന്താണ്, ആസിഡ് ലോഹവുമായി ചേരുമ്പോൾ എന്ത് സംഭവിക്കും, അതായത് ആസിഡ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് എന്തിട്ടായിരുന്നു? ആസിഡ്സ് ആൻഡ് ആൽക്കലൈസ് ആണ് അല്ലെ മക്കളെ. അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആൽക്കലൈസ് എന്താണെന്നുള്ളതാണ്. എന്താണ് ആൽക്കലൈസ് എന്താണെന്നുള്ളത് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡ്സിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ. ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ പഠിക്കുന്നതാണ് റെഡ് ഹിബിസ്കസ് പേപ്പർ. അതായത് നമ്മളുടെ ഈ പാഠത്തിൻ്റെ പേര് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആണ്. അപ്പോൾ ആസിഡ്സിൻ്റെ ഭാഗം നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്നത് ഏതായിരിക്കും? ആൽക്കലികളായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ഇനി അടുത്ത് നെക്സ്റ്റ് പോർഷൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആൽക്കലികളെ കുറിച്ചുള്ളതാണ്. ലിസൺ. റെഡ് ഹിബിസ്കസ് പേപ്പർ. റെഡ് ഹിബിസ്കസ് പേപ്പർ എന്ന് പറഞ്ഞാൽ, ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചെമ്പരത്തി പേപ്പർ. അപ്പോൾ റെഡ് ഹിബിസ്കസ് പേപ്പർ എന്ന് ചുവന്ന ചെമ്പരത്തി പേപ്പർ. നമ്മൾ ഹിബിസ്കസ് ഫ്ലവർ വൈറ്റ് പേപ്പറിൽ റബ്ബ് ചെയ്തപ്പോൾ നമുക്ക് ഏത് കളറാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്? ബ്ലൂ ആണല്ലേ. അതിൽ ആസിഡ് കണ്ടന്റ് വന്നപ്പോഴാണ് റെഡ് ആയത് അല്ലേ. നമുക്ക് നോക്കാം. വി ഹാവ് ഓൾറെഡി പ്രിപ്പയർഡ് ദ ഹിബിസ്കസ് ഫ്ലവർ പേപ്പർ. എന്താണ്, നമ്മൾ ചെമ്പരത്തി പേപ്പർ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നോട്ട് ദാറ്റ് ദേ ആർ ഓൾ ബ്ലൂ ഇൻ കളർ. നമുക്ക് ചുവപ്പ് നിറമുള്ള പേപ്പറുകളാണ് കിട്ടിയത് അല്ലേ. ബ്ലൂ കളറിലുള്ള പേപ്പറുകളാണ് കിട്ടിയത് അല്ലേ. നോട്ട് ദാറ്റ് ദേ ആർ ഓൾ ബ്ലൂ ഇൻ കളർ. അതല്ലേ ഏത് കളറിലായിരുന്നു? നീല കളറിലായിരുന്നു. വി നീഡ് പേപ്പേഴ്സ് ഇൻ റെഡ് കളർ ടു. നമുക്ക് ഏത് കളറുള്ള പേപ്പറും വേണം, റെഡ് കളറും വേണം. വാട്ട് ഡു വി ഡു? നമ്മൾ എന്ത് ചെയ്യും? ഡിപ്പ് ദ ഹിബിസ്കസ് പേപ്പേഴ്സ് ഇൻ എനി acidic solution and then dry them. Haven't we got റെഡ് പേപ്പേഴ്സ് നൗ? എന്ത് ചെയ്യാം? നമുക്കുണ്ടാക്കിയ ബ്ലൂ ഹിബിസ്കസ് പേപ്പറിലേക്ക് ഏതെങ്കിലും ഒരു ആസിഡ് സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞിട്ട് അത് ഉണക്കി കഴിഞ്ഞാൽ ഏത് കളർ? റെഡ് ഹിബിസ്കസ് പേപ്പർ നമുക്ക് കിട്ടും. ഓക്കെ. നൗ let us do some experiments using red hibiscus papers and red litmus papers. നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. റെഡ് ലിറ്റ്മസ് പേപ്പർ നമുക്ക് കാണാം. ചുവപ്പ് ചെമ്പരത്തി പേപ്പറുകളും ചുവപ്പ് ലിറ്റ്മസ് പേപ്പറുകളും ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം. യു ക്യാൻ ഡിപ്പ് റെഡ് ഹിബിസ്കസ് പേപ്പർ ആൻഡ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ വാട്ടർ. അതായത് നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പറും ചുവന്ന ചെമ്പരത്തി പേപ്പറും എന്തിലൊക്കെ താഴ്ത്തി വയ്ക്കാം? വാട്ടർ, ബട്ടർ മിൽക്ക്, വാട്ടർ വെള്ളം, ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോര്, വിനാഗിരി, സോപ്പ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോപ്പും വെള്ളം, ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. പെട്ടെന്ന് ലൈം വാട്ടർ എന്ന് ചിന്തിക്കുന്ന നമ്മൾ ലൈം ജ്യൂസ് എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. നാരങ്ങ വെള്ളം എന്ന് ചിന്തിക്കാറില്ല. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. സാൾട്ട് സൊല്യൂഷൻ ഉപ്പുവെള്ളം. ഷുഗർ സൊല്യൂഷൻ എന്താണ്? പഞ്ചസാര വെള്ളം. മിൽക്ക് പാല്. ആൻഡ് ക്ലിയർ ആഷ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ചാരവെള്ളം. ആൻഡ് ഒബ്സർവ് വാട്ട് ഹാപ്പൻസ്. അപ്പോൾ എന്താ സംഭവിക്കാന്നുള്ളത് നമുക്ക് നോക്കി മക്കളെ. ഇതിൽ ബട്ടർ മിൽക്കിലും വിനീഗറിലും നമ്മൾ കണ്ടതാണല്ലേ. എന്തുണ്ടായി? ബട്ടർ മിൽക്കിലും വിനീഗറിലൊക്കെ ആസിഡ് കണ്ടന്റ് ആണ് അല്ലേ. അപ്പോൾ എന്താണ് ആസിഡ് കണ്ടന്റ് ഉള്ളത്? പുളി രുചിയുള്ളത് എന്താണ്? ആസിഡ് നേച്ചറാണ്. അപ്പോൾ അത് എന്താക്കുള്ളൂ? ബ്ലൂ ലിറ്റ്മസിനെ എന്താക്കും? റെഡ് ആക്കും. ഇത് നമുക്ക് ഇവിടെ ഉള്ളത് സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും. ഈ സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി കൺവേർട്ട് ചെയ്യും. എന്താണ്? ഏതൊക്കെയാണ്? സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും. സാൾട്ട് സൊല്യൂഷനിലും ഷുഗർ സൊല്യൂഷനിലും മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല.
വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ഹിബിസ്കസ് പേപ്പർ ടേൺസ് ബ്ലൂ? ഏതൊക്കെയാണ്? സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും. വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ? സെയിം തന്നെ, സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും. യൂസിങ് ദ എബോവ് എക്സാമിൻഡ് ആൽക്കലീസ് അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. എന്താണ്? തയ്യാറാക്കിയ സൂചകം ഉപയോഗിച്ച് ലബോറട്ടറിയിൽ കാണുന്ന ചില ആൽക്കലികൾ പരിശോധിക്കൂ. നമ്മളിവിടെ സൂചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ആൽക്കലീസ് എബോവ് ദ എക്സാമിൻഡ് ആൽക്കലീസ് അവൈലബിൾ ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ നമുക്ക് ലഭ്യമായ ആൽക്കലികൾ പരിശോധിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള സൂചകം ഏതാണ്? ലിറ്റ്മസ് പേപ്പറും ചെമ്പരത്തി പേപ്പറുമാണ്, ഹിബിസ്കസ് പേപ്പറും ആണ് അല്ലേ. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈം വാട്ടർ ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈം വാട്ടർ. ദെൻ അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ കസ്റ്റിക് സോഡ. അതായത് കസ്റ്റിക് സോഡ എന്ന് പറയുന്നത് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു വസ്തുവാണ് കസ്റ്റിക് സോഡ. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, കസ്റ്റിക് പൊട്ടാഷ്. അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ലിക്വർ അമോണിയ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. എന്താണ്? ലിക്വർ അമോണിയ ജലത്തിൽ ലയിപ്പിച്ചത്. എന്താണ് സംഭവിക്കുക? അതായത് മക്കളെ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ലൈം വാട്ടർ, ചുണ്ണാമ്പ് വെള്ളമാണ്. അതെ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ്. ഇറ്റ് ഈസ് ആൽക്കലി. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. ആൽക്കലികൾ എന്ത് ചെയ്യും? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കും. ദെൻ അടുത്തത് എന്താണ് മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ് അല്ലേ. രണ്ടാമത്തെ സെക്കൻഡ് വൺ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനാണ്. അതെന്താണ്? ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, കസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? ആൽക്കലിയാണ്. ഓക്കെ, അപ്പോൾ അതെന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. അടുത്താണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, കസ്റ്റിക് പൊട്ടാഷ്. ഇതും എന്ത് തന്നെയാണ്? ആൽക്കലിയാണ്. ഇവിടെ എന്ത് സംഭവിക്കും? ടേൺസ് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. അവിടെയും റെഡ് ലിറ്റ്മസ് എന്തായി മാറും? ബ്ലൂ ആയിട്ട് മാറും. അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇറ്റ്സ് ഓൾസോ ആൽക്കലിയാണ്. അപ്പോൾ എന്താണ്? അവിടെ എന്ത് തന്നെ ഉണ്ടാവും? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്തായി മാറും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആയിട്ട് മാറും. ഓക്കെ, ദെൻ എന്താണ് ആൽക്കലി എന്നുള്ളതാണ് ബോക്സിൽ ഇട്ടിരിക്കണം, എഴുതണം, പഠിക്കണം കേട്ടോ. ബാക്കി കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിൻ്റെയൊക്കെ ടീച്ചർ നോട്ട് തരാം, നിങ്ങൾ നോട്ട് എഴുതണം കേട്ടോ. ആൽക്കലി substance like lime water which turns red litmus blue are called alkalis. എന്താണ്? ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്ന് അറിയപ്പെടുന്നു. സബ്സ്റ്റൻസ് ലൈക്ക് ലൈം വാട്ടർ. എങ്ങനെയാണ് ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ എന്താക്കും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റി. ഇതിനെ പറയുന്ന പേരാണ് ആൽക്കലി. ദേ ഹാവ് എ ബിറ്റർ ടേസ്റ്റ് ആൻഡ് ആർ സ്ലിമ്മി. എന്താണ്? ഇതിനെ കാരരുചിയുള്ളവയും, ബിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്, ഒരു കാരരുചിയുള്ളവയും വഴുവഴുപ്പുള്ളവയും ആയിരിക്കും. നമുക്ക് നോക്കാം. നമ്മുടെ ഹെഡിങ് എന്ന് പറയുന്നത് ചുവന്ന ചെമ്പരത്തി പേപ്പർ, റെഡ് ഹിബിസ്കസ് പേപ്പർ എന്നുള്ളതാണ്. അതായത് ടീച്ചർ എടുത്തിരിക്കുന്നത്, ടീച്ചറുടെ ഹിബിസ്കസ് പേപ്പർ ഇല്ല, വേറെ ഒന്നല്ല, ടീച്ചർക്ക് ചെമ്പരത്തി പൂ കിട്ടിയില്ല, അല്ലെങ്കിൽ ടീച്ചർ ചെയ്ത് തന്നെ നല്ല മഴയായിരുന്നത് കൊണ്ട് ടീച്ചറുടെ വീട്ടിലേക്കില്ല. ടീച്ചർ ഒരു പ്രാവശ്യം ഹിബിസ്കസ് പേപ്പർ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു അല്ലെ. അന്ന് നമ്മൾ ഹിബിസ്കസ് പേപ്പർ കണ്ടപ്പോൾ എന്തായിരുന്നു? ഹിബിസ്കസ് ഫ്ലവർ വൈറ്റ് പേപ്പറിൽ റബ്ബ് ചെയ്തപ്പോൾ, അതായത് വെള്ള പേപ്പറിൽ ഹിബിസ്കസ് പേപ്പർ ചെമ്പരത്തി പൂവ് റബ്ബ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കളറാണ് കിട്ടിയത്? ഹിബിസ്കസ് പേപ്പറിന്റെ ഏത് കളറായിരുന്നു? ബ്ലൂ കളറായിരുന്നു അല്ലെ. ആ ബ്ലൂ കളർ ആസിഡ് ക്യാരക്ടറുള്ള ലായനികളിൽ മുക്കിയിട്ട് നമുക്ക് എന്തായി? അത് റെഡായി മാറി അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും റെഡ് ഹിബിസ്കസ് പേപ്പർ നമ്മൾ ഉണ്ടാക്കുക? അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച നീല ഹിബിസ്കസ് പേപ്പറെ ആസിഡ് സ്വഭാവമുള്ള ഏതെങ്കിലും ഒരു ലായനിയിൽ മുക്കിയിട്ട് ഏതെങ്കിലും ഒരു ജ്യൂസിൽ നമ്മൾ മുക്കുക. മുക്കിക്കഴിയുമ്പോൾ എന്താവും? റെഡ് ആവും അല്ലെ. അതിനുശേഷം നമ്മൾ ഉണക്കുക. അപ്പൊ ഏത് കളറാവും? റെഡ് കളറാവും. എന്നിട്ട് നമുക്കത് ആൽക്കലി തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ടീച്ചറിന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഹിബിസ്കസ് പേപ്പർ ഉണ്ട്, റെഡ് ലിറ്റ്മസ് പേപ്പർ. ഇതാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ. കണ്ടു നോക്കി നോക്കൂ, ഇതിന്റെ കളർ റെഡ് ആണ് അല്ലെ, ഇതിന്റെ കളർ റെഡ് അല്ല. അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ച റെഡ് ലിറ്റ്മസ് പേപ്പർ ഇത് എങ്ങനെയാണ്, ഏതിലാണ് ഇത് മാറ്റം സംഭവിക്കാൻ നോക്കാം. അതിനുവേണ്ടി ടീച്ചർ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വിനീഗറാണ്. ഇത് വിനീഗറാണ്, വിനാഗിരി. ഇത് നമ്മുടെ അപ്പക്കാര ലായനിയാണ്, കോസ്റ്റിക് സോഡയാണിത്. ദെൻ ഇതെന്ന് പറയുന്നത് സോപ്പ് വെള്ളമാണ്, ഇത് ഉപ്പ് വെള്ളമാണ്. നമ്മളോട് കുറെ
മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പഞ്ചസാര ലായനി, സോപ്പ് വെള്ളം, ചാരത്തിന്റെ വെള്ളം ഇതൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ടീച്ചർ വളരെ കുറച്ചേ കാണിച്ചു തരുള്ളൂ. ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കണം. ഇതെന്താ വെച്ചാൽ ടീച്ചർ എല്ലാം നിങ്ങൾക്ക് ചെയ്ത് തരുമ്പോൾ ടീച്ചർ നിങ്ങളുടെ വീഡിയോസ് ശ്രദ്ധിച്ചു, നിങ്ങളുടെ ടീച്ചർ ഇടുന്ന വീഡിയോസ് ശ്രദ്ധിച്ചു. ടീച്ചർ എങ്ങനെയാണോ ചെയ്യുന്നത് സെയിം, ഒരു മാറ്റവും ഇല്ലാതെയാണ് നിങ്ങൾ ഇടുന്നത്. അതുകൊണ്ട് വളരെ കുറച്ച് മെറ്റീരിയൽസ് മാത്രമേ ടീച്ചർ യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾ സ്വയം ചെയ്ത് ടീച്ചർക്ക് അതിന്റെ വീഡിയോസ് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, നമുക്ക് നോക്കാം. ടീച്ചറുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റെഡ് ലിറ്റ്മസ് പേപ്പറാണ്. ഓക്കെ, ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ടീച്ചർ എടുത്തു. ഈ പേപ്പർ ടീച്ചർ ആദ്യം ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് എല്ലാം ചെയ്യാം കേട്ടോ. നോക്കി നോക്കൂ. ഇത് ടീച്ചർ പറഞ്ഞു ഉപ്പുവെള്ളമാണെന്ന് പറഞ്ഞു അല്ലെ. ഈ ഉപ്പുവെള്ളത്തിൽ ടീച്ചർ നോക്കി നോക്കൂ മക്കളെ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഈ റെഡ് ലിറ്റ്മസിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, നമ്മുടെ വിനീഗർ എന്ന് പറയുന്നത് എന്താണ്? ആസിഡ് ആണ്. ആസിഡിക് നേച്ചർ ആണല്ലേ വിനീഗറിന്. വിനാഗിരിക്ക് ആസിഡ് സ്വഭാവമാണ് അല്ലെ. ഈ വിനാഗിരിയിലും ടീച്ചർ ഈ റെഡ് ലിറ്റ്മസ് അതിൽ മുക്കി അതേ റെഡ് ലിറ്റ്മസ് ഇതിൽ മുക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ മക്കളെ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഉണ്ടോ? ഒരു ചേഞ്ചും സംഭവിച്ചിട്ടില്ല. ഈ സാധനം ടീച്ചർ എന്ത് ചെയ്തു? സെയിം ലിറ്റ്മസ്, കുറെ ലിറ്റ്മസ് എടുത്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇതെന്ത് ചെയ്തു? സോപ്പ് വെള്ളത്തിൽ ടീച്ചർ മുക്കണം. ഇതെന്താണ്? സോപ്പ് വാട്ടർ ആണ്. സോപ്പ് വാട്ടറിൽ നോക്കി നോക്കാം നമുക്ക് എന്തെങ്കിലും ചേഞ്ച് സംഭവിക്കുമെന്ന്. നോക്കൂ, ബ്ലൂ ആയിട്ടുണ്ട് അല്ലെ. ബ്ലൂ ആയി വരണില്ലേ? നോക്കി ടീച്ചർ ഡിപ്പ് ചെയ്യാം. നോക്കൂ, ബ്ലൂ കളർ. അപ്പൊ ഏതിലാണ് ബ്ലൂ കളർ ആയത്? സോപ്പ് വാട്ടറിലാണ്. എന്നാൽ നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് സോപ്പ് വാട്ടറിൽ മുക്കിയപ്പോ റെഡ് ആയിരുന്നോ? ഇല്ല. എന്തായ റെഡ് ലിറ്റ്മസ് സോപ്പ് വാട്ടറിൽ മുക്കിയപ്പോ അത് എന്തായി കൺവേർട്ട് ചെയ്തു? ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ബ്ലൂ ആയിട്ട് മാറി അല്ലെ. ചുവന്ന ലിറ്റ്മസ് പേപ്പർ സോപ്പ് വെള്ളത്തിൽ മുക്കിയപ്പോൾ അത് നീല ലിറ്റ്മസ് ആയിട്ട് മാറി. എന്താ കാരണം? സോപ്പ് വെള്ളം എന്ന് പറയുന്നത് ആൽക്കലിയാണ്. സോപ്പ് വാട്ടർ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. അതായത് ആൽക്കലി എന്ന് പറയുന്നത് സോപ്പ് വാട്ടർ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. ആൽക്കലി എന്ന് പറയുന്നത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല ലിറ്റ്മസ് ആക്കി മാറ്റും. റെഡ് ലിറ്റ്മസ് ടേൺസ് ടു ബ്ലൂ ലിറ്റ്മസ്. റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറും? ബ്ലൂ ലിറ്റ്മസ് ആയിട്ട് മാറും. അതാണ് ആൽക്കലി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആൽക്കലി നമുക്കറിയാം. സോപ്പ് വെള്ളം നമുക്ക് കയ്യിൽ തൊടുമ്പോൾ എന്തുണ്ടാവും? ഒരു വഴുവഴുപ്പ് ഉണ്ടാവും അല്ലെ. എന്താ? സോപ്പ് വെള്ളത്തിന് എന്തുണ്ടാവും? അപ്പൊ ആൽക്കലി എന്ന് പറയുന്നത് ആൽക്കലിയുടെ ഒരു സ്വഭാവമാണ്. അതിന്റെ വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അതിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് കാര രുചിയായിരിക്കും. അതിന്റെ ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, കാര രുചിയായിരിക്കും നമ്മുടെ ആൽക്കലിക്ക്. ആൽക്കലി എന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് ആൽക്കലി എന്ന് പറയുന്നത്. ഇവിടെ കോസ്റ്റിക് സോഡയും എന്ത് തന്നെയാണ്? ആൽക്കലി തന്നെയാണ്. ടീച്ചർ കാണിച്ചു തരാം. ഒരു ലിറ്റ്മസ് പേപ്പർ ടീച്ചർ എടുത്തു, ഒരു റെഡ് ലിറ്റ്മസ് ടീച്ചർ എടുത്തു. ദെൻ ടീച്ചർ നമ്മുടെ ഇത് ഇളക്കാട്ടോ. കുറച്ച് സമയം ടീച്ചർ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കാം. ഇതിനുശേഷം ഇപ്പൊ ഇത് റെഡ് കളർ അല്ലേ മക്കളെ? നോക്കി, ഇത് റെഡ് കളർ അല്ലേ? അതെ അല്ലേ. ടീച്ചർ ഇതിൽ മുക്കുകയാണ്. ഇതില് നമ്മുടെ കോസ്റ്റിക് സോഡയില് മുക്കുകയാണ് ചെയ്യുന്നത്. ടീച്ചർ എടുത്തിരിക്കുന്ന ഇതിന്റെ അളവ് കുറച്ച് കുറവാണ്. നമുക്ക് കുറച്ചും കൂടി വെള്ളം കൂടുതലാണ്. കുറച്ചും കൂടി കോസ്റ്റിക് സോഡ എടുക്കാം. കോസ്റ്റിക് സോഡ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബ്ലൂ കളറായിട്ട് കിട്ടും. നോക്കൂ, കളർ ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. കണ്ടോ? അപ്പൊ നമ്മുടെ കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് മക്കളെ? ആൽക്കലി തന്നെയാണ്. അപ്പൊ ആൽക്കലി എന്ന് പറയുന്നത് എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. കണ്ടില്ലേ? ഇത് നമ്മുടെ ഏതിൽ മുക്കിയതാണ്? കോസ്റ്റിക് സോഡയിൽ മുക്കിയിട്ടുള്ള ലിറ്റ്മസ് പേപ്പറാണ്. ഇത് എന്തായിട്ട് മാറി? ബ്ലൂ ആയിട്ട് മാറി. ഏത് കളർ ലിറ്റ്മസ് പേപ്പറാണ് ടീച്ചറുടെ കയ്യിൽ? റെഡ് കളറായിട്ട് അല്ലെ. അപ്പൊ ആൽക്കലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റുന്നതാണ് ആൽക്കലികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആൽക്കലിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ഹെഡിങ് ആണ് മക്കളെ, ടു ഐഡന്റിഫൈ ആൽക്കലി. എങ്ങനെയാണ് തിരിച്ചറിയാം? ആൽക്കലികളെ എങ്ങനെ തിരിച്ചറിയാം? So far we have used a hibiscus paper and litmus paper to distinguish between acid and alkali. എന്താണ്? ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത് എന്തൊക്കെയായിരുന്നു? ഹിബിസ്കസ് പേപ്പറും ലിറ്റ്മസ് പേപ്പറും ആയിരുന്നു അല്ലേ.
Can other parts of plants be used for this purpose? നമുക്ക് ഇതല്ലാതെ മറ്റേതെങ്കിലും സസ്യഭാഗങ്ങൾ ഇതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുമോ? Conduct a project work and prepare a report. Activities mentioned below may help you in doing the project. എന്താണ് താഴെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾ ഒരു വെച്ചിട്ടൊരു പ്രൊജക്റ്റ് തയ്യാറാക്കാം. ഏതൊക്കെ ഭാഗങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ്. ജസ്റ്റ് യു പ്രിപ്പയർഡ് ഹിബിസ്കസ് പേപ്പർ. യു ക്യാൻ പ്രിപ്പയർ സിമിലർ പേപ്പേഴ്സ് ബൈ റബ്ബിംഗ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഓൺ വൈറ്റ് പേപ്പർ. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ്? ചെമ്പരത്തി പേപ്പർ തയ്യാറാക്കിയതുപോലെ വിവിധ വസ്തുക്കൾ വെള്ളപ്പേപ്പറിൽ ഉരച്ച് ഇത്തരത്തിലുള്ള പേപ്പറുകൾ തയ്യാറാക്കുമല്ലോ. ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാം? ടർമറിക് എന്ന് പറഞ്ഞാൽ എന്താ? മഞ്ഞൾ. മാംഗോ ലീഫ്, മാങ്ങയില, മാവില. റോസ് നമുക്കറിയാം അല്ലേ, റോസാപ്പൂവ്. ബീട്രൂട്ട് നമുക്കറിയാം. ക്യാരറ്റ്. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ വെച്ച് നോക്കൂ മക്കളെ. അതിന് ഈ check whether each of the papers shows different colors in dilute acid and alkali. Record the experiments and observations in your science diary. ഈ പേപ്പറുകൾ ഓരോന്നും നേർപ്പിച്ച ആസിഡിലും ആൽക്കലിയിലും വ്യത്യസ്ത നിറം കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കൂ. നമുക്ക് നോക്കണം. ടീച്ചർ കാണിച്ചു തരാം, ടീച്ചർ അത് എഴുതി തരാം. നോക്കൂ മക്കളെ. ടർമറിക്കിൽ നമ്മൾ കണ്ട് ടർമറിക് ആസിഡിലാകുമ്പോൾ ഏത് കളറായിരിക്കും? യെല്ലോ കളറാണ്. ടർമറിക് ആസിഡിലാകുമ്പോൾ യെല്ലോ കളർ. അത് ആൽക്കലിയിലേക്ക് വരുമ്പോൾ എന്താവും? റെഡായി മാറും. റെഡായിട്ട് ചേഞ്ച് ആവും. ടേൺസ് ടു റെഡ്. മാംഗോ ലീഫ് ആസിഡിലും കളർലെസ് ആണ്, ആൽക്കലിയിലും കളർലെസ് ആണ്. ദെൻ റോസ് ആയിരുന്നു അല്ലേ? റോസ് എന്താണ്? ആൽക്കലിയിലും കളർലെസ് ആണ്, ആസിഡിലും കളർലെസ് ആണ്. ബീട്രൂട്ട് ആസിഡിൽ വയലറ്റ് ആവും, ആൽക്കലിയിൽ എന്തായി മാറും? ഗ്രീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അടുത്ത് ക്യാരറ്റ് കളർലെസ് ആണ്, രണ്ടിലും കളർലെസ് ആണ്. ദെൻ ക്ലൈറ്റോറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡിലെ ചുവപ്പാണ്. ദെൻ ആൽക്കലിയിൽ അത് എന്തായി മാറും? ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, അപ്പം നമ്മൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും റോസും ഒക്കെ വെച്ച് ചെയ്ത് നോക്കി അല്ലേ? ആസിഡിലും ആൽക്കലിയിലും വെച്ച് നോക്കി. അപ്പം നമുക്ക് മനസ്സിലായി ചില സാധനങ്ങളിൽ ചേഞ്ചസ് ഉണ്ടാകും, ചിലതിൽ എന്താണ് കളറിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പം ഇതിൽ നമുക്കൊരു കൺക്ലൂഷനിൽ എത്താൻ സാധിക്കും. എന്താണ് കൺക്ലൂഷനിൽ? ബീറ്റ്റൂട്ട്, ടർമറിക് ആൻഡ് ക്ലൈറ്റോറിയ ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. എന്തൊക്കെയാണ്? ബീട്രൂട്ടും മഞ്ഞളും ശംഖുപുഷ്പമൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഡിക്കേറ്റേഴ്സ് മീൻസ് സൂചകങ്ങളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഫ്ലവർ, സ്റ്റെം ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. ഫ്ലവേഴ്സും സ്റ്റെംസും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നോക്കൂ മക്കളെ. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്? എന്താണ്? ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിക്കാം? അതായത് നമ്മൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചത് നാച്ചുറൽ കണ്ടൻസ് ആണ് നോക്കിയത് അല്ലേ? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. ബീട്രൂട്ട് ആയാലും ഹിബിസ്കസ് ആയാലും ഹിബിസ്കസ് ഫ്ലവർ എല്ലാം നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. എന്നാൽ നമ്മൾ ലബോറട്ടറികളിൽ ഏതൊക്കെയാണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ മീഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. അടുത്ത് നോക്കൂ മക്കളെ. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റെഡ് കളർ അപ്പിയറിംഗ് ഓൺ clothes when the turmeric stain on them is washed with soap? അത് നമുക്കറിയാം. ടർമറിക്കിൻ്റെ കളർ എന്താണ് മക്കളെ? മഞ്ഞ കളറാണ് അല്ലേ? ഈ മഞ്ഞൾ പൊറിഞ്ഞ വസ്ത്രങ്ങൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ ആ ഭാഗത്ത് ചുവപ്പ് നിറം കാണുന്നത് എന്തുകൊണ്ട്? സോപ്പ് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. ആൽക്കലിയാണ് അല്ലേ? അപ്പം മഞ്ഞ ആൽക്കലിയിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും നമ്മൾ പഠിച്ചു? റെഡായിട്ട് മാറും. അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം. എന്താണ്? ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി ഇറ്റ് ടേൺസ് റെഡ് കളർ. എന്താണ്? ആൽക്കലിയുടെ പ്രസൻസിൽ അത് എന്തായിട്ട് മാറും? റെഡ് കളറായിട്ട് മാറും.
It is due to the basic characteristics of soap solution. എന്താണ് ഇതെന്ന് പറയുന്നത്? നമ്മുടെ സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആൽക്കലിയാണ്. അത് എന്തിലേക്ക് മാറുമ്പോൾ മഞ്ഞളിന്റെ മഞ്ഞ കളറിനെ എന്താക്കി മാറ്റും? റെഡാക്കി മാറ്റും. അടുത്തതാണ് എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക. നമ്മൾ ഹിബിസ്കസ് പേപ്പർ ഉപയോഗിച്ചു അല്ലെ. ഇതുപോലെ നമുക്ക് പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള ഏതൊക്കെ വിഭവങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ടീച്ചർ രണ്ടെണ്ണം നിങ്ങൾക്ക് കാണിച്ചു തരാം. ടർമറിക് മഞ്ഞളും കാണിച്ചു തരാം, റോസാപ്പ് വെച്ചിട്ടും കാണിച്ചു തരാം. ബാക്കി നമ്മുടെ ടെക്സ്റ്റ് ബീറ്റ്റൂട്ട് വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ടീച്ചറിന്റെ വീഡിയോ അയച്ചു തരാം. ഓക്കെ, ടീച്ചർ ഇപ്പോൾ മഞ്ഞൾ പേപ്പർ ഉണ്ടാക്കുന്നത് മഞ്ഞളാണിത്. പച്ച മഞ്ഞളാണ് ടീച്ചറുടെ പറമ്പിൽ നിന്ന് പച്ച മഞ്ഞളാണിത്. രണ്ട് ഭാഗത്തും എന്ത് ചെയ്യണം? റബ്ബ് ചെയ്യും. ഒന്ന് ചെറിയ നനവുണ്ടായ നല്ലതാണ്. രണ്ട് സൈഡിലും ബോത്ത് സൈഡ്സ്. ഓക്കെ, ഇരുഭാഗവും ഇത് ആക്കുക. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിങ്ങനെ കീറി എടുക്കാത്ത നമുക്ക് ചെറിയൊരു കഷ്ണം മതിയല്ലോ. അതാണ് ടീച്ചർ വലിയ കഷ്ണം എടുക്കാത്ത. ടീച്ചർ ഇത് കീറി എടുത്തു. ടീച്ചർ സിസേഴ്സ് എടുക്കാനാണ് മനസ്സിൽ വിട്ടുപോയി. അതുകൊണ്ടാണ് കീറിൻ്റെ ഒരു അവസ്ഥ വന്നത്. ടീച്ചർ ഈ മഞ്ഞൾ പേപ്പർ ലിറ്റ്മസ് പോലെ ആക്കിയിട്ടുണ്ട്. ലിറ്റ്മസ് അല്ല കേട്ടോ, ഇത് മഞ്ഞൾ പേപ്പറാണ്, മഞ്ഞ കളറാണ് അല്ലേ. ഇത് നമുക്കിനി ഏതിലൊക്കെ നോക്കാം. മഞ്ഞൾ പേപ്പർ നമുക്ക് ഇപ്പൊ മഞ്ഞ കളറാണ് അല്ലേ. മഞ്ഞ കളർ ആസിഡിൽ നോക്കുമ്പോൾ എന്താവും നോക്കാം. നോക്കി നോക്കൂ. ഒന്നുകൂടി ഈറുണ്ടായിരുന്നു. ടീച്ചർ കുറച്ച് പേപ്പർ ഉണ്ടായി, കുറച്ച് സാധനങ്ങൾ വെച്ച് നോക്കണം. ഓക്കെ, ആസിഡിൽ മുക്കാണ് ടീച്ചർ. നോക്കി നോക്കൂ. മഞ്ഞ കളറാണ് കേട്ടോ, സംശയം ഉണ്ടോ? മഞ്ഞ കളറാണ്. നോക്കൂ, ആസിഡിൽ മുക്കിയപ്പോൾ ഇതിന് എന്ത് ചേഞ്ച് വരണം? എന്തെങ്കിലും ചേഞ്ച് വരണം. ഒന്നുകൂടി നല്ല യെല്ലോ ഷെയ്ഡായി അല്ലേ. ഒന്നുകൂടി നല്ല യെല്ലോ ഷെയ്ഡായി. സോപ്പ് വാട്ടറിൽ മുക്കാൻ നമുക്ക് പേപ്പർ. നോക്കി നോക്കൂ, ഏത് കളറായി? റെഡ് കളറായി. അപ്പോൾ ടർമറിക് മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്? ആസിഡിൽ അത് യെല്ലോ കളർ കാണിക്കും, എന്നാൽ ആൽക്കലിയിൽ അത് ഏത് കളർ കാണിക്കും? റെഡ് കളർ കാണിക്കും. ചേഞ്ച് വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ടർമറിക് എന്ന് പറയുന്നത് എന്താണ്? ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ ഹിബിസ്കസ് മാത്രമല്ല, ലീഫും റൂട്ടും സ്റ്റെമ്മും ഒക്കെ നമുക്ക് എന്തായിട്ട് എടുക്കാൻ സാധിക്കും? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ മാവിലയുടെ ഒക്കെ വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മാവില ഒന്നും വെച്ച് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ടീച്ചർ അടുത്ത് നോക്കൂ മക്കളെ, ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ ലബോറട്ടറി. ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിലെ സൂചകങ്ങൾ നേരത്തെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കൂ മക്കളെ, അതായത് ബിസൈഡ്സ് ലിറ്റ്മസ് വാട്ട് അതർ ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ ലബോറട്ടറി. ലിറ്റ്മസ് കൂടാതെ മറ്റേതൊക്കെ സൂചകങ്ങൾ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നുണ്ട്? Take a small quantities of caustic soda solution and vinegar in 2 separate test tubes. എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് കസ്റ്റിക് സോഡ ലായനിയും മറ്റൊന്നിൽ വിനാഗിരിയും എടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനകത്തേക്ക് ഈ രണ്ട് ടെസ്റ്റ് ട്യൂബിലേക്കും ഫിനോഫ്തലിൻ ഒഴിക്കണം. ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ആണ്. എന്താ? ഡു യു സീ എനി കളർ ചേഞ്ച്? നമുക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നോക്കൂ മക്കളെ, എന്താണ് സാധിക്കുന്നുണ്ടോ? ഓക്കെ, വെൻ ഫിനോഫ്തലിൻ ഈസ് ആഡഡ് ടു ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് കസ്റ്റിക് സോഡ സൊല്യൂഷൻ, പിങ്ക് കളർ ഈസ് ഫോംഡ്. എന്താണ്? നമ്മുടെ കസ്റ്റിക് സോഡ സൊല്യൂഷൻ. നമുക്ക് ആദ്യത്തെ നോക്കൂ, ടെസ്റ്റ് ട്യൂബിൽ നോക്കൂ മക്കളെ, പിങ്ക് കളർ ആണല്ലേ. അത് കസ്റ്റിക് സോഡ സൊല്യൂഷൻ. അതിനകത്തേക്ക് ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ ഏത് കളറിലേക്ക് മാറും? പിങ്ക് കളറിലേക്ക് മാറും. വിനീഗറിൽ രണ്ടാമത്തെന്ന് കണക്കിന് കളർലെസ് ആയിട്ട് കാണിക്കുന്നതാണ് വിനീഗറിലാണ്. വിനീഗറിൽ എന്തുണ്ടാവില്ല? മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. വെറുതെ പ്ലെയിൻ ആയി കളർ ചേഞ്ച് ഒന്നും സംഭവിക്കാതെ വിനീഗറിന് സെയിം കളർ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. നോക്കൂ മക്കളെ, can you phenolphthalein be used as an indicator to distinguish between acid and alkali?
എന്താണ് ആസിഡിനെയും ആൽക്കലിനെയും തിരിച്ചറിയാനുള്ള സൂചകമായി ഫിനോഫ്തലിൻ ഉപയോഗിക്കാമോ? എസ്, ഫിനോഫ്തലിൻ എന്താണ് നമുക്കൊരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഫിനോഫ്തലിൻ ഈസ് കളർലെസ് ഇൻ ആസിഡ്. ആസിഡിൽ ഫിനോഫ്തലിൻ എന്താണ്? കളർലെസ് ആണ്. ബട്ട് ഇൻ ആൽക്കലി ഇറ്റ് ഫോംസ് പിങ്ക് കളർ. ആൽക്കലിയിൽ അത് ഏത് കളറായിട്ട് മാറും? പിങ്ക് കളറായിട്ട് മാറും. അടുത്ത് നോക്കൂ മക്കളെ. റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് യൂസിങ് മീഥൈൽ ഓറഞ്ച് ഇൻസ്റ്റെഡ് ഓഫ് ഫിനോഫ്തലിൻ. എന്താ മക്കളെ? ഫിനോഫ്തലിന് പകരം മീഥൈൽ ഓറഞ്ച് ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിക്കൂ. കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. മീഥൈൽ ടീച്ചർ അത് എഴുതി തരാട്ടോ. മീഥൈൽ ഓറഞ്ചിലാവുമ്പോൾ എന്താണ്? ആസിഡിലാവുമ്പോൾ റെഡ് കളറാകും, ദെൻ ആൽക്കലിയിലാവുമ്പോൾ ബ്ലൂ കളറാകും. ഓക്കെ. Indicators. Indicators are substances that help us to distinguish between acids and alkalis through color change. Parts of plants like turmeric, hibiscus, beetroot, etc. can be used as indicators. Litmus paper is an indicator യൂസ് ഇൻ ദ ലബോറട്ടറി. എന്താണ്? നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. ദാറ്റ് മീൻസ് ഇൻഡിക്കേറ്റേഴ്സ്. ദെൻ എന്താണ്? പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ടർമറിക്, ഹിബിസ്കസ്, ബീറ്റ്റൂട്ട്, ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കും? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കും. ലിറ്റ്മസ് പേപ്പർ എന്ന് പറയുന്നത് എവിടുത്തെ ഇൻഡിക്കേറ്ററാണ്? ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണ്. ഇതിന് നോക്കും മക്കളെ. അടുത്തതാണ് സി ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ പട്ടിക ശ്രദ്ധിക്കുക. സബ്സ്റ്റൻസ് യൂസ്ഡ്, ഉപയോഗിച്ച വസ്തു. കളർ ഇൻ ആസിഡ്, കളർ ഇൻ ആൽക്കലി. ഈ വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ആസിഡിലും ആൽക്കലിയിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിലായി ഇപ്പം എന്തുണ്ടായി? റെഡായി. ആൽക്കലിയിൽ റെഡ് എന്തായി മാറും? ബ്ലൂ ആയിട്ട് മാറും. ചില്ലി പൗഡർ. ചില്ലി പൗഡർ പെയിൽ റെഡ്, ചില്ലി പൗഡർ രണ്ടിലും സെയിം ആണ്. റെഡ് ലിറ്റ്മസ് പേപ്പർ. റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ എന്താണ്? റെഡ് ആകും, ആൽക്കലിയിൽ ബ്ലൂ ആകും. ദെൻ അടുത്തത് ഹിബിസ്കസ് പേപ്പർ. ബ്ലൂ എന്താവും? ആസിഡിൽ റെഡ് ആകും, ആൽക്കലിയിൽ ബ്ലൂ ആവും. ഫിനോഫ്തലിൻ ആസിഡിൽ കളർലെസ് ആണ്, എന്നാൽ ആൽക്കലിയിൽ എന്താവും? പിങ്ക് കളർ ആവും. വൈറ്റ് പേപ്പർ വൈറ്റ്. കാർബൺ പൗഡർ ബ്ലാക്ക്. ചേഞ്ചസ് ഒന്നുമില്ല, രണ്ടിലും സെയിം ആണ്. മീഥൈൽ ഓറഞ്ച് ഒന്നിൽ പെയിൽ പിങ്കും മറ്റൊന്നിൽ പെയിൽ യെല്ലോയും ആണ്. ഇളം പിങ്കും ഇളം മഞ്ഞയുമാണ്. ലിക്വിഡ് ബ്ലൂ, തുള്ളി നീലം. നമ്മൾ പണ്ട് ഉജാലയ്ക്കൊക്കെ പകരം ഉപയോഗിച്ചിരുന്നതാണ് നീലം മുത്തിൽ മുക്കാന്നൊക്കെ പറയും. അതായത് ലിക്വിഡ് ബ്ലൂ, അത് രണ്ടിലും ബ്ലൂ കളർ തന്നെ. ടർമറിക് എന്താണ്? കളറിന് ആസിഡിലെ യെല്ലോയാണ്, അത് ആൽക്കലിയിലേക്ക് പോകുമ്പോൾ റെഡായി മാറും. നോക്കൂ മക്കളെ. വാട്ട് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ ആസിഡ്? ആസിഡിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഏതിനെയൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം? ഏതൊക്കെയാണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മാറുന്നുണ്ട്, റെഡായി മാറും അല്ലേ. ചില്ലി പൗഡർ എന്താണ്? പെയിൽ റെഡ് ആവുന്നുണ്ട്. റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറുന്നുണ്ട്? ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ റെഡ് ആകും, ആൽക്കലിയിൽ എന്തായിട്ട് മാറുന്നുണ്ട്? ബ്ലൂ ആയിട്ട് മാറും. ചേഞ്ച് സംഭവിക്കുന്നുണ്ട് അല്ലേ. ദെൻ അടുത്ത എന്താണ് മക്കളെ? ഹിബിസ്കസ് പേപ്പർ, ഫിനോഫ്തലിൻ, ടർമറിക്, ഇതൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ആസിഡിനെ തിരിച്ചറിയാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദ ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൽക്കലി? ആൽക്കലിനെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഹിബിസ്കസ് പേപ്പർ, ഫിനോഫ്തലിൻ, ടർമറിക്. ഇതൊക്കെ എന്തിനെ തിരിച്ചറിയാൻ ഉപയോഗിക്കാം? ആൽക്കലിനെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കാം. ദെൻ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ. എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? സാർവിക സൂചകം. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. പലതരം സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണ് എന്ത്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദ ആസിഡിക് ഓർ ദ ആൽക്കലൈൻ നേച്ചർ ഓഫ് സൊല്യൂഷൻ. ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ആസിഡ് സ്വഭാവത്തിൻ്റെയും ആൽക്കലി സ്വഭാവത്തിൻ്റെയും തീവ്രത അനുസരിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. These colors can be compared with the color chart
അഫിക്സ്ഡ് ഔട്ട്സൈഡ് ദ ബോട്ടിൽ. കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്താണ് ഇത് കണ്ടെത്തുന്നത്. ഏതിനാണ് വീര്യം കൂടുതൽ കുറവെന്നുള്ളത്. ഓക്കെ, എല്ലാവരും ഇതുവരെയുള്ളത് പഠിക്കണം. ഇനി നമ്മൾ ലബോറട്ടറിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനെ പരിചയപ്പെടാൻ പോവുകയാണ്. അതായത് ഇതാണ് ഫിനോഫ്തലിൻ. ലബോറട്ടറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചകമാണ് ഫിനോഫ്തലിൻ. ഫിനോഫ്തലിനിൽ എങ്ങനെ ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ സാധിക്കുന്നു നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ടീച്ചറുടെ കയ്യിൽ ഫിനോഫ്തലിൻ മാത്രമേ ഉള്ളൂ. മീഥൈൽ ഓറഞ്ച് വെച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മീഥൈൽ ഓറഞ്ച് ടീച്ചറുടെ കയ്യിൽ ഇല്ല. അപ്പൊ നമുക്ക് സ്കൂൾ തുറന്നു വരുമ്പോൾ ടീച്ചർ ഇത് കാണിക്കാം കേട്ടോ. അല്ലെങ്കിൽ ടീച്ചർ നീ എന്തെങ്കിലും സ്കൂളിൽ വെച്ച് എന്തെങ്കിലും കാണിച്ചിട്ട് പറ്റുമെങ്കിൽ കാണിച്ചിടാം. തൽക്കാലം ടീച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ടീച്ചർ വാങ്ങിയതാണ് ഈ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. ടീച്ചർക്ക് ഇതിന്റെ ഒരു ആവശ്യവും ശരിക്കില്ല, നിങ്ങളെ കാണിച്ചു തരാനുള്ളൂ എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമായത്. ഇതിലേക്ക് ടീച്ചർ ഇത് വിനാഗിരിയാണ്. വിനാഗിരിയുടെ പ്രത്യേകത എന്താ? വിനീഗറിന്റെ പ്രത്യേകത ആസിഡിക് നേച്ചർ ആണ് അല്ലെ, ആസിഡ് സ്വഭാവമാണ് അല്ലെ. നമുക്ക് ഈ വിനാഗിരി ഒഴിക്കാം. അതിനു മുമ്പ് ടീച്ചർ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഇതാണ് നമ്മുടെ ടെസ്റ്റ് ട്യൂബ്. ഇത് പിടിക്കുന്ന നമ്മള് ഹാൻഡിൽ എന്നൊക്കെ പറയില്ല, അതാണ് കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റ് ട്യൂബ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള. കാരണം നമ്മൾ ആസിഡ്സ് ഒക്കെ എടുക്കുമ്പോഴേ, കഴിഞ്ഞ ആഴ്ച ടീച്ചർ നമ്മള് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ചിട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. നോക്കി നോക്കൂ, ഈ വിനീഗറിൽ ഇത് ഒഴിച്ചപ്പോ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ നോക്കിയാൽ ജസ്റ്റ് അതവിടെ ഒരു ഫിനോഫ്തലിൻ വീണതിന്റെ ഒരു റിയാക്ഷൻ അല്ലാതെ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല അല്ലെ. ചെറിയ അതിന്റെ റിയാക്ഷൻ ആണ് ഈ മിഡില് കാണിക്കുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇല്ല. വിനീഗറിലാണ് ടീച്ചർ ഇപ്പൊ ഫിനോഫ്തലിൻ ഉപയോഗിച്ചത്. ദെൻ ഓക്കെ, ഇനി നമുക്ക് കസ്റ്റിക് സോഡ ലൈനിൽ നോക്കി നോക്കാം. കസ്റ്റിക് സോഡ ഇത് ടീച്ചറുടെ കസ്റ്റിക് സോഡയാണ്. ഈ കസ്റ്റിക് സോഡ വാട്ടർ ടീച്ചർ ടെസ്റ്റ് ട്യൂബിലേക്ക് വെച്ച്, ടീച്ചർ പഴയ ടെസ്റ്റ് ട്യൂബിലേക്ക് അല്ലാട്ടോ, പഴയ ടെസ്റ്റ് ട്യൂബ് ഇതായിരിക്കണം. ഇതിനകത്ത് എന്താ വെച്ചാൽ ഓൾറെഡി ആസിഡിക് നേച്ചർ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ മാറ്റം ബുദ്ധിമുട്ടാണെന്ന് ടീച്ചർ എന്ത് ചെയ്തു, വേറൊരു ടെസ്റ്റ് ട്യൂബാണ് എടുത്തിരിക്കുന്നത്. ഇന്നത്തേക്ക് ടീച്ചർ ഇനി എന്ത് ഒഴിക്കാണ്? ഫിനോഫ്തലിൻ ഒഴിക്കാണ്. ഓക്കെ, നോക്കൂ എന്തായി, കളർ ചേഞ്ച് വന്നു അല്ലേ. നോക്കൂ മക്കളെ, ടീച്ചർ കസ്റ്റിക് സോഡ ലൈനിലേക്ക്, കസ്റ്റിക് സോഡ വാട്ടറിലേക്ക് എന്തൊഴിച്ചു? ഫിനോഫ്തലിൻ ഒഴിച്ചു അല്ലെ. അപ്പൊ ഏത് കളറായി? ഫിനോഫ്തലിൻ ഒഴിച്ചപ്പോ പിങ്ക് കളറായി അല്ലെ. പിങ്ക് കളറിന് ഇതിന്റെ മിഡിൽ നോക്കി നോക്കൂ, റിയാക്ഷൻ. അത് നമ്മള് കസ്റ്റിക് സോഡ ലൈനിയും നമ്മുടെ ഫിനോഫ്തലിൻ നമ്മളെ റിയാക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. ഇത് രണ്ട് റിയാക്ട് ചെയ്തപ്പോ ഏത് കളറായി മാറി? പിങ്ക് കളറായി മാറി അല്ലെ. എന്നാ നമ്മുടെ ആസിഡിൽ ഒഴിച്ചപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടായിരുന്നോ? വിനീഗറിൽ ഒഴിച്ചപ്പോ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ നമ്മുടെ ഫിനോഫ്തലിൻ വിനീഗറിൽ ഒഴിക്കുമ്പോൾ, ആസിഡിൽ ഒഴിക്കുമ്പോൾ കളറിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. എന്നാൽ ആൽക്കലിയിൽ ഒഴിക്കുമ്പോൾ അത് എന്തായി മാറും? പിങ്ക് കളറായിട്ട് മാറും. അപ്പൊ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് ഒരു ലബോറട്ടറിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത് എന്താണിത്? ഇപ്പൊ വൈറ്റ് കളറാണ് കേട്ടോ ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്പിരിറ്റ് ഏതാണ്? സ്പിരിറ്റ് പോലത്തെ ഒരു കളറാണ്. നോക്കി നോക്കൂ, കണ്ടോ വൈറ്റ് കളർ. ഇപ്പൊ എല്ലാവർക്കും അറിയാം, സാനിറ്റൈസർ ഉപയോഗിക്കണവരല്ലേ. സാനിറ്റൈസർ നിങ്ങൾ പല കളർ ഉപയോഗിക്കുന്നുണ്ടോ? പിങ്ക്, പച്ചയൊക്കെ. പക്ഷെ ആദ്യമൊക്കെ സാനിറ്റൈസർ ഉണ്ടായിരുന്നത് ശരിക്കും സ്പിരിറ്റിന്റെ ഒരു കളറായിരുന്നു അല്ലെ. അപ്പൊ ശരിക്കും ആ ഒരു കളറാണ് കേട്ടോ ഫിനോഫ്തലിന്. ഓക്കെ, ദെൻ നമ്മളപ്പോ പഠിച്ചു, എന്തൊക്കെ പഠിച്ചു? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, പ്രകൃതിദത്ത സൂചകങ്ങൾ പഠിച്ചു, ലബോറട്ടറി സൂചന നമ്മൾ ഒന്ന് പഠിച്ചത് ഫിനോഫ്തലിനാണ്. ഇനി അടുത്തത് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് ടീച്ചറുടെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് കാണിച്ചു തരാൻ പറ്റില്ല. മീഥൈൽ ഓറഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആസിഡിൽ ഒഴിക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും, ആൽക്കലിയിൽ ഒഴിക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ടാവും. ആസിഡിൽ ഒഴിക്കുമ്പോൾ ചുവപ്പ് കളറാവും. ആസിഡിലെ മീഥൈൽ ഓറഞ്ച് ഒഴിക്കുമ്പോൾ ഏത് കളറാവും? ചുവപ്പ് കളറാവും, റെഡ് കളറാവും. ആസിഡ് റെഡ്, ആൽക്കലിയിലെ ബ്ലൂ കളറാവും. ആൽക്കലിയിൽ എന്ത് കളറും? ബ്ലൂ കളറും. അപ്പൊ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, വേറെ പോലെ ഉപയോഗിക്കുന്നുണ്ട്, പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ലിറ്റ്മസ് പേപ്പർ, ദെൻ ഫിനോഫ്തലിൻ, അത് കഴിഞ്ഞ് മീഥൈൽ ഓറഞ്ച്. ഈ ഫിനോഫ്തലിൻ, മീഥൈൽ ഓറഞ്ച് ഇംഗ്ലീഷിലും മലയാളത്തിൽ ഇത് തന്നെയാണ് കേട്ടോ പറയാം. ഇനി മലയാളത്തിൽ വേറെ പേരുണ്ടോ ടീച്ചറെ ചോദിക്കേണ്ട, രണ്ടും കോമൺ നെയിമാണ്, മീഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇതുവരെ എന്താണ് പഠിച്ചത്? ആസിഡുകളും പഠിച്ചു, ആൽക്കലികളും പഠിച്ചു അല്ലെ. ആസിഡിന്റെ പ്രത്യേകത എന്തായിരുന്നു മക്കളെ? ആസിഡ് എന്ന് പറയുന്നത് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റും. ആൽക്കലി എന്താണ്? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും. ഓക്കെ, റോസാപ്പൂവിന്റെ ചെയ്തെടുക്കുമ്പോൾ, റോസാപ്പൂ എടുക്കുമ്പോൾ അതിലൊരു മാറ്റവും വരില്ല. അതുകൊണ്ട് റോസാപ്പൂ പേപ്പറിനെ നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ടർമറിക്, ബീട്രൂട്ട് ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഓക്കെ, ഇത്രയാണ് ടീച്ചറിൽ എടുക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്, എല്ലാവരും നോട്ടിലേക്ക് അത് എഴുതണം. അതുപോലെ ആൽക്കലി എന്താണ്,
യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണ്, ഇതൊക്കെ എല്ലാവരും നോട്ട് ഉണ്ടായിരിക്കണം. എല്ലാവരും ശ്രദ്ധിക്കുക, നോട്ട്സ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യുക, നന്നായി പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. ഈ ടീച്ചറുടെ അല്ലാത്ത കുട്ടികൾ, ടീച്ചറുടെ സ്കൂളിലല്ലാത്ത കുട്ടികൾ ഇത് കാണുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി ചോദിച്ചാൽ മതി, ടീച്ചർ അതിനോട് ഉത്തരം തരുന്നതായിരിക്കും. ഇതിന്റെ ഇടയിൽ പറഞ്ഞ് കുറച്ച് കുട്ടികൾ ടീച്ചറോട് വേറെ കുറച്ച് സബ്ജക്റ്റുകൾ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ടീച്ചർക്ക് എടുത്തു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ടീച്ചർ എടുത്തു തരാത്തത്. നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡർ വെച്ച് ടീച്ചർ വെറുതെ പാഠഭാഗം വായിച്ചു തന്നാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഏത് പാഠമാണ് നിങ്ങൾക്ക് വായിച്ചു തരണ്ടേ, ഏത് പാഠമാണ് അർത്ഥം മനസ്സിലാക്കി തരണ്ടേ, ജസ്റ്റ് പറഞ്ഞാൽ ആ പാഠം മാത്രം ടീച്ചർ വായിച്ച് അർത്ഥം മനസ്സിലാക്കി തരാം. ഏത് പാഠാന്ന് മെൻഷൻ ചെയ്യണം, ഏത് സബ്ജക്റ്റ് ആണെന്ന് മെൻഷൻ ചെയ്യണം, അതുപോലെ ചെയ്യാം. ദെൻ ടീച്ചർ ഇനി വരും ദിവസങ്ങളിൽ മലയാളത്തിന്റെ ഒരു ക്ലാസ് ഇടുന്നുണ്ട്. മലയാളം ബേസ്, അതായത് മലയാള അക്ഷരങ്ങൾ വെച്ചിട്ട്, മലയാളം പാഠഭാഗങ്ങളല്ല അക്ഷരങ്ങൾ വെച്ചിട്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദവും. 1ാം ക്ലാസ് തൊട്ടങ്ങ് +2 വരെയുള്ളവർക്ക് എന്തായാലും ഉപകാരപ്രദവും. കാരണം എല്ലാവർക്കും ഒരു സംശയം വരുന്നതാണല്ലോ, മലയാളം സ്വരചിഹ്നങ്ങൾ എവിടെ ഉപയോഗിക്കും, എങ്ങനെ എഴുതും, എങ്ങനെ വായിക്കും എന്നുള്ളത് എപ്പോഴും ഒരു സംശയമാണ്. അങ്ങനെ കുറെ പേരുണ്ടാവും അല്ലെ, അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ടീച്ചറുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട കുട്ടികളെ, ടീച്ചർ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 43 മുതൽ 45 വരെ നമ്മുടെ പരീക്ഷണങ്ങൾ എക്സ്പെരിമെന്റ്സ് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം. കൂടാതെ അതിൽ ആൽക്കലി എന്താണ്, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണെന്നൊക്കെ ബോക്സിൽ കുറച്ച് ആൻസേഴ്സും ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതണം. ശ്രദ്ധിക്കാം. വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ഹിബിസ്കസ് പേപ്പർ ടേൺസ് ബ്ലൂ? ഏതെല്ലാം ദ്രാവകങ്ങളിലാണ് ചുവപ്പ് ചെമ്പരത്തി പേപ്പർ ബ്ലൂ ആകുന്നത്? സോപ്പ് സൊല്യൂഷൻ, ലൈം വാട്ടർ. സോപ്പ് വെള്ളത്തിലും ചുണ്ണാമ്പ് വെള്ളത്തിലും. വിച്ച് ആർ ദ ലിക്വിഡ്സ് ഇൻ വിച്ച് റെഡ് ലിറ്റ്മസ് പേപ്പർ ടേൺസ് ബ്ലൂ? ഏതൊക്കെ ദ്രാവകങ്ങൾ, ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ദ്രാവകങ്ങളിൽ, ഏതൊക്കെ ദ്രാവകങ്ങളിലാണ് റെഡ് ലിറ്റ്മസ് ബ്ലൂ ആവുന്നത്? അതും സെയിം ആൻസർ തന്നെയാണ്, സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും. സോപ്പ് സൊല്യൂഷൻ, ഒരു ലൈം അവിടെ കിടക്കുന്നത് വേണ്ട കേട്ടോ, അത് വെട്ടിക്കളയാൻ ടീച്ചർ ശ്രദ്ധിക്കാതെ വന്നതാണ്, രണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, സോറി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ്. അതായത് എന്താണ് സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറും എന്ന് പറഞ്ഞാൽ രണ്ടും ആൽക്കലീസ് ആണ് അല്ലേ. അതുകൊണ്ടാണ് റെഡ് ലിറ്റ്മസ് എന്തായി കൺവേർട്ട് ചെയ്തത്, ബ്ലൂ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, തേർഡ് എന്ന് പറയുന്നത് നമ്മുടെ പേജ് നമ്പർ 43 കുറച്ച് ലബോറട്ടറി ഇൻഡിക്കേറ്റേഴ്സിന്റെ പേര് തന്നിട്ടുണ്ട്. അതിൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താ മക്കൾ? ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളം. ഇറ്റ് ഇസ് ആൽക്കലി. അതെന്താണ്? ആൽക്കലിയാണ്. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. അത് എന്താക്കും? റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റും. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ദാറ്റ് ഈസ് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ആൽക്കലിയാണ്. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. ദ നെക്സ്റ്റ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, കോസ്റ്റിക് പൊട്ടോഷ്, എന്താണ്? ഇറ്റ് ഈസ് ആൽക്കലി. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. അതും റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി മാറ്റും? ബ്ലൂ ആക്കി മാറ്റും. അമോണിയ ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, ലിക്വർ അമോണിയ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ഇതും എന്ത് തന്നെയാണ്? ഇറ്റ് ഈസ് ആൽക്കലി. ഇറ്റ് ടേൺസ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഇൻ ടു ബ്ലൂ. അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ, പാർട്സ് ഓഫ് പ്ലാന്റ്സ് ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസിഡ് ആൻഡ് ആൽക്കലി. നമ്മൾ പ്ലാന്റ്സിൻ്റെ, സസ്യങ്ങളുടെ ഭാഗങ്ങൾ ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ ഹിബിസ്കസ് ഫ്ലവർ ഉപയോഗിച്ചു, അത് കൂടാതെ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കി നോക്കാം. സബ്സ്റ്റൻസ് യൂസ്ഡ്, നമ്മൾ ടീച്ചർ ആദ്യം എഴുതിയിരിക്കുന്നത് ഏതൊക്കെ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? കളർ ഇൻ ആസിഡ്, രണ്ടാമത് ഇട്ടിരിക്കുന്നത് ആസിഡിൽ ഏത് കളറായിരിക്കും, മൂന്നാമത് ഇട്ടിരിക്കുന്ന കളർ ഇൻ ആൽക്കലി, ആൽക്കലിയിൽ ഏത് കളറായിരിക്കും എന്നുള്ളതാണ്. ടർമറിക് എന്ന് പറഞ്ഞാൽ മഞ്ഞൾ ആസിഡിൽ യെല്ലോ കളർ ആയിരിക്കും, അത് ആൽക്കലിയിൽ എന്തായിരിക്കും? റെഡ് ആയിരിക്കും. അപ്പൊ അതിന് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് സെലക്ട് ചെയ്യാം അല്ലെ. മാംഗോ ലീഫ്, മാങ്ങയില, അതെന്താണ്? കളർലെസ് ആണ്, രണ്ടിലും കളർലെസ് ആണ്. അപ്പൊ അതിന് ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. റോസ് എന്താണ്? രണ്ടിലും കളർലെസ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ നെക്സ്റ്റ്, ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എന്താണ്? ആസിഡിൽ വയലറ്റ് ആണ്, ആൽക്കലിയിൽ അത് ഗ്രീൻ ആയി. അപ്പൊ നമുക്ക് ബീട്രൂട്ടിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ്, ക്യാരറ്റ് കളർലെസ് ആണ്. അപ്പൊ അത് ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തെന്താണ്? ക്ലിറ്റോറിയ എന്ന് വെച്ചാൽ ശംഖുപുഷ്പം ആസിഡിൽ റെഡും ആൽക്കലിയിൽ ബ്ലൂ ആണ്. അപ്പൊ നമുക്ക് ക്ലിറ്റോറിയനെ എന്ത് ചെയ്യാം?
ഒരു ഇൻഡിക്കേറ്ററായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇൻഫ്ലുവൻസ്, അതായത് നിഗമനം, എന്താണ് നമുക്ക് ഇതിൽ നിന്ന് എത്തിച്ചേരാൻ പറ്റുന്നത്? നിഗമനം, ബീട്രൂട്ട്, ടർമറിക് ആൻഡ് ക്ലിറ്റോറിയ ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാം? ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഫ്ലവേഴ്സ്, സ്റ്റെം ആർ യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ്. ഫ്ലവറും സ്റ്റെമ്മും നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. What are the substances that can be used to distinguish between acids and alkali? ഏതൊക്കെയാണ് ആസിഡും ആൽക്കലിയും തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ? മറ്റ് ഏതൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ഹിബിസ്കസ് പേപ്പർ പറഞ്ഞു, ലിറ്റ്മസ് പേപ്പർ, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ നമുക്ക് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന മറ്റതാണ് മീഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ. മീഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ അതിനോട് ചേർന്ന് തന്നെയാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. ശ്രദ്ധിക്കുക, തെറ്റരുത്. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്, എക്സെട്ര കഴിഞ്ഞിട്ടുള്ളത്. വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ റെഡ് കളർ അപ്പിയറിംഗ് on clothes when the turmeric stain on them is washed with soap? അതായത് നമ്മുടെ ഡ്രസ്സിൽ മഞ്ഞളിൻ്റെ ഒരു കറയായി എന്ന് വിചാരിക്കുക. അത് അലക്കി കഴിയുമ്പോൾ അത് റെഡ് കളറായി മാറും. എന്താണ് കാരണം എന്ന്? നമ്മൾ അലക്കാൻ എന്താ ഉപയോഗിക്കും മക്കളെ? സോപ്പാണല്ലേ. സോപ്പ് എന്താ നമ്മൾ പഠിച്ചു? ആൽക്കലിയാണ്. അപ്പൊ അതാണല്ലേ അതിന്റെ റീസൺ. നോക്കൂ, ടർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ടർമറിക്, മഞ്ഞൾ എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതിദത്തമായ ഒരു സൂചകമാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ആൽക്കലി ഇറ്റ് ടേൺസ് റെഡ് കളർ. അത് ആൽക്കലിയുടെ കളറിൽ എന്താവും? റെഡ് കളറായിട്ട് മാറും. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊല്യൂഷൻ. ഇതെന്ത് കൊണ്ടാണ്? സോപ്പ് സൊല്യൂഷന്റെ അടിസ്ഥാനമാക്കിയാണ് ഇത് മാറുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ടേക്ക് സ്മോൾ ക്വാണ്ടിറ്റീസ് ഓഫ് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ആൻഡ് വിനീഗർ ഇൻ 2 സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ്. എന്താണ്? 2 വ്യത്യസ്ത ടെസ്റ്റ് ട്യൂബുകൾ നമ്മൾ എന്തൊക്കെ എടുക്കണം? കോസ്റ്റിക് സോഡ സൊല്യൂഷനും എടുക്കണം, വിനീഗറും എടുക്കണം. ആഡ് 2 drops ഓഫ് ഫിനോഫ്തലിൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ്. എന്നിട്ട് നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എന്ത് വീഴിക്കണം? 2 drops ഓഫ് ഫിനോഫ്തലിൻ. ഡു യു സീ എനി കളർ ചേഞ്ച്? എന്തെങ്കിലും കളർ ചേഞ്ച് കാണുന്നുണ്ടോ? ടീച്ചർ കാണിച്ചു തന്നിരുന്നു അല്ലേ? എന്താണ്? വെൻ ഫിനോഫ്തലിൻ ഈസ് ആഡഡ് ടു ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ, പിങ്ക് കളർ. അതായത് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ അത് എന്തായിട്ട് മാറും? പിങ്ക് കളറായിട്ട് മാറും. പിന്നെ വിനീഗറിലോ നോ കളർ ഫോർമേഷൻ ഒക്കുക അല്ലെ. ഇൻ ദ കേസ് ഓഫ് വിനീഗർ നോ കളർ ഫോർമേഷൻ ഒക്കുക. വിനീഗറിൽ കളർ ചേഞ്ച് ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. Can phenolphthalein be used as an indicator to distinguish between acid and alkali? ആസിഡ് ആൽക്കലിയും തിരിച്ചറിയാനായിട്ട് നമുക്ക് ഫിനോഫ്തലിനെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ? യെസ്, ഉപയോഗിക്കാം അല്ലേ. ഫിനോഫ്തലിൻ is colorless in acid but in alkali it forms pink color. Repeat the experiment using methyl orange instead of phenolphthalein. Record the findings in your science diary. നമ്മൾ ഫിനോഫ്തലിന് പകരം ഏത് ഉപയോഗിക്കുക? മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുക. എന്താണ് സംഭവിക്കുക? ഇഫ് മീഥൈൽ ഓറഞ്ച് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ഫിനോഫ്തലിൻ, അതായത് മീഥൈൽ ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ റെഡ് കളർ ആസിഡിലാവും, ഓറഞ്ച് കളർ ആൽക്കലിയിലും ആവും. വിച്ച് ഇൻഡിക്കേറ്റേഴ്സ് ആർ യൂസ്ഡ് ടു ഐഡന്റിഫൈ ആസിഡ്? ആസിഡ് ഐഡന്റിഫൈ ചെയ്യാൻ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക? നമ്മുടെ പേജ് നമ്പർ 45 ഒരു ടേബിൾ ഉണ്ട്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നിരിക്കുന്നതിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, ഇവിടെ ലിറ്റ്മസ് പേപ്പർ, ബ്ലൂ പേപ്പർ എന്നാൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എന്ന് എഴുതണം കേട്ടോ. ചില്ലി പൗഡർ, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഹിബിസ്കസ് പേപ്പർ, ഫിനോഫ്തലിൻ, ടർമറിക്. 11th question, what are the indicators that can be used to identify alkali? ആൽക്കലി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെയാ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ, റെഡ് ലിറ്റ്മസ് പേപ്പർ, ഹിബിസ്കസ് പേപ്പർ, ഫിനോഫ്തലിൻ, ടർമറിക്. ഓക്കെ, ഇത്രയാണ് ടീച്ചർ എന്താ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾ നന്നായി എഴുതുക, എല്ലാവരും നോട്ടിലേക്ക് കോപ്പി ചെയ്യുക. താങ്ക് യു.